ഹരിയും നളിനിയും ചെന്ന് രാജനെയും കുടുംബത്തെയും ക്ഷണിച്ചു. വേണുവും ലക്ഷ്മിയും അച്ചുവും അക്കുവും രാജനും രേവതിയും അകത്തേക്ക് കയറി. ശ്രീധരൻ തന്റെ അച്ഛനെ കണ്ട് കഴുത്തിലെ സ്വർണമാലയൊക്കെ പുറത്തിട്ടു. എന്നിട്ട് എന്തോ വലിയ ഭാവം പോലെ ഞെളിഞ്ഞിരുന്നു. ലക്ഷ്മിയെ കണ്ട് സുജാത വലിയ ഗമയോടെ ഇരുന്നു. എന്നാൽ രാജനോ കുടുംബമോ അവരെ കണ്ട ഭാവം നടിച്ചില്ല. അതിൽ അവർ ഒന്ന് ചമ്മി. എന്തൊക്കെയുണ്ട് നളിനി വിശേഷം? സുഖം, അങ്ങനെ പോകുന്നു. രാജൻ ചോദിച്ചതും നളിനി പറഞ്ഞു. തൊടിയിലെ തേങ്ങ ഇട്ട് കഴിഞ്ഞോ രാജ? നളിനി ചോദിച്ചു. ആ, എന്ത് പറയാനാ നളിനി, കുറച്ച് തേങ്ങ ഒക്കെ കാണാതെ ആവുന്നുണ്ട്. നാട്ടിൽ കുറെ വേഷം കെട്ടി കള്ളന്മാരിറങ്ങി നടക്കല്ലേ? രാജൻ പുച്ഛത്തോടെ പറഞ്ഞത് ശ്രീധരനും സുജാതയും ചൂളിപ്പോയി. ഹരിയും വേണുവും ജിത്തുവും ഒക്കെ ചിരി കടിച്ചു പിടിച്ചിരുന്നു. അച്ചു അക്കുവും സോഫയിലിരുന്നു. വേണു ഹരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. രേവതിയും ലക്ഷ്മിയും സരോജിനിയോടും ഗിരിജയോടും വീട്ടുവിശേഷങ്ങൾ ചോദിച്ചു. അതേസമയം ഉണ്ണി തന്ന സാരി ഭംഗിയായി ഞൊറിഞ്ഞുടുത്തുകൊണ്ട് ചന്തു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. സീത തന്ന മാലയുടെ കണ്ണി വളഞ്ഞതുകൊണ്ട് ചന്തു ആ മാല മാറ്റി പണ്ട് തനിക്ക് കിട്ടിയ സമ്മാനങ്ങളിൽ ഒന്നായ ഒരു നേർത്ത സ്വർണ്ണ മാല എടുത്തിട്ടു. വട്ടത്തിലുള്ള ലക്ഷ്മി ലോക്കറ്റായിരുന്നു അതിനെ. നെഞ്ചു വരെ കിടക്കുന്ന സ്വർണ്ണമാലയോടൊപ്പം കാതിൽ മീഡിയം സൈസുള്ള ഒരു സ്വർണ്ണ ജിമിക്കി കമ്മൽ കൂടെ അവൾ ഇട്ടു. ശേഷം തോർത്തുകൊണ്ട് കെട്ടിയ മുടി അഴിച്ചു വൃത്തിയായി കുളിർപ്പിന്നലിട്ടു. ഇരു കണ്ണുകളിലും കറുത്ത കൺമഷി കനത്തിലെഴുതി നെറ്റിയിൽ ഇടത്തരം വലിപ്പമുള്ള കറുത്ത പൊട്ടും തൊട്ടു. എല്ലാം കഴിഞ്ഞ് അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്റെ പ്രതിബിംബം നോക്കി. സുന്ദരിയായിരിക്കുന്നു താൻ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൃപ്തിയോടെ താഴേക്ക് പോകാനായി ഇറങ്ങി. അപ്പോഴേക്കും പൂമുഖത്ത് നിന്നും എല്ലാവരും ഉള്ളിലെ ഹാളിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് വേണയും വീണയും പല്ലവിയും ഒരുപോലത്തെ സെറ്റ് സാരി ഉടുത്തു വരുന്നത്. ജിത്തുവിനെ വളയ്ക്കുമെന്ന് ശക്തമായ ശബ്ദം എടുത്തുകൊണ്ട് ആടിമുടി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് പല്ലവി. അയ്യോ, എന്റെ പൊന്നു മക്കളെ കാണാൻ എന്ത് ഭംഗിയാ അല്ലേ ഓമനെ? അവരെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ സുജാത പറഞ്ഞു. അതെ, 3 പേരെയും കാണാൻ രാജകുമാരികളെ പോലെയുണ്ട്, ഓമനയും പറഞ്ഞു. അത് കേട്ട് അഭിയും ജിത്തുവും ഇന്ദ്രനും അച്ചുവും അക്കുവും ചിരി കടിച്ചു പിടിച്ചിരുന്നു. എങ്ങനെ ചിരിക്കാതിരിക്കും? 3 പേരും പുട്ടിയെ കുളിച്ചാണ് നിൽക്കുന്നത്. അത് കണ്ടിട്ടാണ് രാജകുമാരികൾ എന്ന് പറയുന്നത്. അത് കേട്ടാൽ ആരായാലും ചിരിച്ചു പോകില്ലേ? ഓമനെ, ഇവരൊക്കെ വന്നിട്ട് എത്ര നേരമായി? കുടിക്കാൻ എടുക്ക്, നളിനി പറഞ്ഞു. ആ ഭാനു. നളിനി പറഞ്ഞത് കേട്ട് അവൾ വേഗം ഭാനുവിനെ വിളിക്കാൻ തുടങ്ങി. നീ എന്തിനാ എപ്പോഴും ഭാനുവിനെ വിളിക്കുന്നത്? നിന്നോടല്ലേ എടുക്കാൻ പറഞ്ഞത്? അത് കേട്ടതും ഹരി അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതെന്താ ഭാനു എടുത്താൽ? ഹരിയുടെ പറച്ചിൽ ഇഷ്ടപ്പെടാതെ സോമൻ ഹരിയോട് ചോദിച്ചു. ഇവിടെ സകല പണികളും എടുക്കുന്നത് അവളാ. ഇപ്പൊ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതും അവളാ. ആ അവളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഇവിടെ വന്നിരിക്കുന്നവരിൽ കൂടുതലും ഓമനയുടെ ബന്ധുക്കളല്ലേ? സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഏട്ടന്മാർക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നത് നിനക്ക് ഇത്ര പ്രയാസമുണ്ടോ ഓമനെ? നളിനി ഗൗരവത്തോടെ ചോദിച്ചു. അല്ല, അത് ഓമനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിന്ന് പോയി. എന്തിനാ ഓമന? ഇവിടെ പെൺകുട്ടികളായിട്ട് ആരും ഇല്ലേ? മിനി ആ പറഞ്ഞത് ചന്തുവിനെ ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കേട്ടില്ലേ ഓമനെ മിനി പറയുന്നത്? നിന്റെ പെൺമക്കളോട് പോയി എടുത്തുകൊണ്ട് വരാൻ. വീണേ, നിങ്ങൾ അമ്മയോടൊപ്പം പോയി കുടിക്കാനൊക്കെ എടുക്ക്. ഹരി പറഞ്ഞതും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അമ്മയും മക്കളും കുടിക്കാൻ എടുക്കാൻ പോയി. ഓമനയും മക്കളും എല്ലാവർക്കും ചായ കൊടുക്കുമ്പോഴാണ് സരോജിനിയും ഗിരിജയും മിനിയുടെയും സുജാതയുടെയും ഓമനയുടെയും സാരി ശ്രദ്ധിക്കുന്നത്. ഒരേപോലെയുള്ള റോസ് പട്ടുസാരി, ആവശ്യത്തിനധികം പൊന്നിട്ടിട്ടുണ്ട് 3 പേരും. അത് കണ്ടതും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. ചന്തു ചേച്ചി എവിടെ? പെട്ടെന്ന് അക്കു ചോദിച്ചു. ഞാനിവിടെ ഉണ്ട്. പടികൾ ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ചന്തു പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേർക്ക് നീണ്ടു. ഒരു നിമിഷം ചന്തുവിനെ കണ്ട് എല്ലാവരും നോക്കി നിന്ന് പോയി. ആ ചുവപ്പ് സാരിയിൽ ഒരുപാട് സുന്ദരിയായിരുന്നു ചന്തു. അവളെ കണ്ടതും വേണിക്കും വീണയ്ക്കും പല്ലവിക്കും അസൂയ തോന്നി. ഇത്ര നേരം നിന്ന് ഒരുങ്ങി വന്ന തങ്ങളെക്കാൾ കൂടുതൽ ഭംഗി വളരെ ലളിതമായി ഒരുങ്ങി വന്ന അവൾക്കായിരുന്നു. വല്ലാത്തൊരു നാടൻ ഭംഗി. അതവരെ ദേഷ്യം പിടിപ്പിച്ചു. അതുപോലെ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി 2 പേരിയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്ന് അച്ചു, അടുത്തത് മഹിയും. അച്ചു അവളെ ചെറിയൊരു കൗതുകത്തോടെയാണ് നോക്കിയത്. എന്നാൽ മഹി അവളെ അടിമുടി അളന്നു നോക്കി. അവന്റെ നോട്ടം അവളുടെ സാരിയുടെ ഇടയിൽ ചെറുതായി കാണുന്ന വയറിലാണ്. ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ ഇവൾക്ക്? അവൻ മനസ്സിൽ ചോദിച്ചു. നളിനിയും അവളെ തന്നെ നോക്കിയിരുന്നു. കൊള്ളാലോ ചന്തു, ഇന്നെന്താ സാരിയൊക്കെ ഉടുത്ത്? അവളെ നോക്കി ലക്ഷ്മി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ ഉടുത്തു. അവളും അതേ പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. ചേച്ചി സൂപ്പർ. ഇപ്പൊ ചേച്ചിയെ കാണാൻ 6-ാം തമ്പുരാൻ സിനിമയിലെ മഞ്ജു ചേച്ചിയെ പോലെ തന്നെ ഉണ്ട്. പൊളിച്ചു ചേച്ചി. അക്കു അവളെ പുകഴ്ത്തി പറഞ്ഞു. അത്രയും വേണോ മോളെ? കുറച്ച് കൂടുതലല്ലേ? സോപ്പിടാതെ കാര്യം എന്താണെന്ന് പറയും. ചന്തു അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. കണ്ടുപിടിച്ചില്ലേ? അവളൊരു വളിച്ച ചിരിയോടെ പറഞ്ഞത്. ചന്തു അവളെ നോക്കി തലയാട്ടി. അത് വേറൊന്നുമല്ല ചേച്ചി, ഞാനും വന്നോട്ടെ ചേച്ചിയുടെ കൂടെ അമ്പലത്തിലേക്ക്? അവൾ പറഞ്ഞത് കേട്ട് ചന്തു ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നു. ഇവൾ കൂടെ വന്നാൽ ഉണ്ണിയേട്ടനെ കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നീ നേരത്തെ ഞങ്ങളുടെ കൂടെ വന്നതല്ലേ, പിന്നെന്തിനാ അവളുടെ ഒപ്പം പോണേ? പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു. അത് പിന്നെ ചേച്ചി പോയാൽ ഞാനിവിടെ പോസ്റ്റ് ആവില്ലേ, അതാ, അക്കു പറഞ്ഞു.
ഞാൻ അമ്പലത്തിൽ നിന്ന് നേരെ സീതമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ചന്തു പറഞ്ഞു. അതെന്താ? അക്കു ചോദിച്ചു. കോളേജിൽ നിന്ന് മാളു ചേച്ചിയുടെ ഫ്രണ്ട്സും എന്റെ സീനിയേഴ്സും ഒക്കെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട്, ചന്തു പറഞ്ഞു. അപ്പൊ ഞാനിവിടെ വീണ്ടും പോസ്റ്റ് ആവില്ലേ? അക്കു നിരാശയോടെ അവളെ നോക്കി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരും, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൂരം കാണാൻ പോവാം, ചന്തു പറഞ്ഞു. ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? അവൾ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ മിനി പുച്ഛത്തോടെ ചോദിച്ചു. അതെന്താ മിനി അങ്ങനെ ചോദിച്ചത്? ചന്തു ചെയ്താൽ മാത്രമേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നുണ്ടോ? ബാക്കിയുള്ളവർ ചെയ്താൽ എന്താ കാര്യങ്ങളൊന്നും നടക്കില്ലേ? നളിനിയുടെ ചോദ്യത്തിന് മിനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി സത്യയ്ക്ക് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ച് രാവിലെ എഴുന്നേറ്റ് ഈ വീട് മൊത്തം അടിച്ചുവാരി തുടച്ചത് ചന്തുവാണ്. അവൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാ പോകുന്നത്. പിന്നെ ഈ വീട്ടിൽ അവൾ മാത്രമല്ല, വേറെയും സ്ത്രീകളുണ്ട്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണം, അല്ലാതെ എല്ലാം ചന്തുവിന്റെയും ഭാനുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പിന്നെ ഇത് എന്റെ വീടാണ്. ഇവിടെ അഭിപ്രായങ്ങൾ പറയാൻ, തീരുമാനങ്ങൾ എടുക്കാനും ഞാനും എന്റെ മക്കളും ഉണ്ട്. അതിഥികൾ ആ സ്ഥാനത്ത് നിൽക്കണം, വീട്ടുകാർ അവൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? നളിനി മിനിയെ നോക്കി താക്കീതോടെ പറഞ്ഞതും അവർ നാണം കെട്ടതുപോലെ മുഖവും കുനിച്ചിരുന്നു. ഭാർഗവനും സോമനും എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു പോയി. ചന്തു, നീ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് സീതയുടെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടല്ലേ വരൂ? അതെ അച്ഛമ്മേ, നളിനി ചോദിച്ചതും ചന്തു പറഞ്ഞു. എന്നാൽ മോള് ചെന്നോ? നളിനി പറഞ്ഞതും ചന്തു പോകാനായി ഇറങ്ങി. പോകാൻ വരട്ടെ. ജിത്തു, എന്റെ ഫോണിൽ ചന്തുവിന്റെ ഒരു ഫോട്ടോ ഒന്ന് എടുത്തു തന്നേ, രാജൻ ജിത്തുവിന്റെ കയ്യിൽ തന്റെ ഫോൺ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജിത്തു ചന്തുവിന്റെ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു. ഇനി മോള് ചെന്നോ, രാജൻ പറഞ്ഞതും ചന്തു എല്ലാവരെയും നോക്കി തലയാട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. എന്തിനാ മുത്തശ്ശ ചന്തുവിന്റെ ഫോട്ടോ എടുത്തത്? അവൾ പോയി കഴിഞ്ഞതും ജിത്തു ചോദിച്ചു. അതോ, നിനക്ക് നിന്റെ അച്ചമ്മ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്ന് അറിയോ ജിത്തു? ഇല്ല, രാജൻ ചോദിച്ചതും ജിത്തു പറഞ്ഞു. നളിനിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. ആ നിമിഷം രാജൻ തന്റെ ഫോണിൽ ഒരു പഴയ ആൽബത്തിൽ നിന്നെടുത്ത നളിനിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ ജിത്തുവിന് കാണിച്ചു. ഇത് അച്ചമ്മയാണോ? ശരിക്കും ചന്തുവിനെ പോലെ ഉണ്ടല്ലോ. ആ ഫോട്ടോ കണ്ടതും അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്റെ ജിത്തു, ചന്തുവിനെ കാണാൻ നളിനിയെ പോലെയാണ്. ജിത്തു ചോദിച്ചത് കേട്ട് രാജൻ പറഞ്ഞു. നോക്കട്ടെ. അത് കേട്ട് അക്കുവും ആ ഫോൺ വാങ്ങി നോക്കി. ശരിയാണല്ലോ, ചന്തു ചേച്ചിയെ പോലെ തന്നെയുണ്ട്, അക്കുവും പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രനും അച്ചുവും അഭിയും ഒക്കെ ആ ഫോൺ വാങ്ങി നോക്കി. ആ ഫോട്ടോ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു പോയി. ഇന്ന് അവളെ അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ അതിശയിച്ചു പോയി. പണ്ടത്തെ നളിനി മുന്നിൽ വന്ന് നിന്നത് പോലെ തോന്നി. നളിനി, ചന്തു നിന്റെ പേരക്കുട്ടിയാണെന്ന് പറയില്ല, നിനക്ക് വൈകി ജനിച്ച മകളാണെന്നേ പറയൂ, രാജൻ പറഞ്ഞതും നളിനി ഒന്ന് ചിരിച്ചു. സരോജനയും ഗിരിജയും ഒക്കെ ആ ഫോട്ടോ കണ്ട് അതിശയിച്ചു നിന്നു. അതേസമയം അമ്പലത്തിലെത്തിയ ചന്തു അവിടെ ആകെ ഉണ്ണിയെ തിരഞ്ഞു. ദേവിയെ തൊഴുത ശേഷം അവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണവും കഴിച്ചാണ് ചന്തു ഇറങ്ങിയത്. ചുറ്റമ്പലത്തിലും കുളക്കടവിലും ഉണ്ണിയെ അവൾ തിരഞ്ഞുവെങ്കിലും കാണാൻ സാധിച്ചില്ല. അമ്പലത്തിൽ പൂരമായതുകൊണ്ട് നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു. പൂരപ്പറമ്പ് നിറയെ കടകൾ കൊണ്ട് നിറഞ്ഞു. ദേവിയെ പോലെ ഒരുങ്ങി വന്ന ചന്തുവിനെ കണ്ട് അവിടെയുള്ള പല ചെക്കന്മാരുടെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. എന്നാൽ അതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഉണ്ണിയെ കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ചന്തു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇടവഴിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ വന്ന് അവളെ വലിച്ച ആൽമരത്തിന്റെ മറവിലേക്ക് കൊണ്ടുപോയത്. പെട്ടെന്ന് ആരും കാണാത്ത ഒരു മറവായിരുന്നു അത്. പേടിച്ച് ചന്തുവിന്റെ വായ ഉണ്ണി തന്റെ കൈവച്ച് പൊത്തിപ്പിടിച്ചിരുന്നു. അവൾ ആശ്വാസത്തോടെ ശ്വാസം എടുത്തു. ഉണ്ണിയേട്ടനായിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞു. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഉണ്ണിയാണെന്നറിഞ്ഞ ആശ്വാസത്തിൽ അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചു. നല്ല ഭംഗിയുണ്ട് നിന്നെ ഈ വേഷത്തിൽ കാണാൻ, അവളെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും ചന്തുവിന്റെ കവളിൽ ചുവപ്പുരാശി ഇടം പിടിച്ചു. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾ വീണ്ടും ചോദിച്ചു. അതിന്റെ ഉത്തരം തന്നെയാ ഞാൻ പറഞ്ഞത്. ചന്തു മനസ്സിലാവാതെ അവനെ നോക്കി. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടത്തെ സകല അവന്മാരുടെ നോട്ടം നിന്റെ മേലെയായിരുന്നു, കൂട്ടത്തിൽ കുറെ വയസ്സായ പെണ്ണുങ്ങളുടെ. ഞാൻ അവിടെ വെച്ച് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ച് നാട് മൊത്തം അറിയും. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതും പറഞ്ഞുകൊണ്ട് ഉണ്ണി അവൾക്ക് നേരെ മുല്ലപ്പൂ നീട്ടി. ചന്തു ചിരിച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു. ഉണ്ണി ആ മുല്ലപ്പൂ അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു. ഉണ്ണിയേട്ടൻ വരുന്നില്ലേ വീട്ടിലേക്ക്? കുറച്ചു കഴിഞ്ഞ് വരും, നീ പൊയ്ക്കോ. അവൻ പറഞ്ഞതും അവൾ ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവൾ പോകാൻ തിരിഞ്ഞപ്പോൾ ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ചു. ചന്തു അവനെ സംശയത്തോടെ നോക്കി. ഇടുപ്പിൽ മുണ്ടിൽ പൊതിഞ്ഞു വെച്ച ഒരു കടലാസ് പൊതി അവൻ എടുത്തു തുറന്നു. കുങ്കുമ ചുവപ്പ് നിറത്തിലുള്ള കുപ്പിവളകൾ. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. മനു രാവിലെ മൈഥിലിക്ക് ഓരോന്ന് വാങ്ങുമ്പോഴാണ് ഞാൻ നിന്നെ ഓർത്തത്. അവർ പോയി കഴിഞ്ഞ് നിനക്ക് വേണ്ടി വാങ്ങിയതാ. നിന്റെ കൈയുടെ ഏകദേശ അളവ് നോക്കി വാങ്ങിയതാണ്. അവൻ ആ വളകൾ അവളുടെ ഒഴിഞ്ഞ കയ്യിലിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. വളയുടെ അളവ് കൃത്യമായിരുന്നു. ചന്തു ഒരു ചിരിയോടെ അവനെ നോക്കി. പൊയ്ക്കോ, ഞാനും മനുവും കുറച്ച് കഴിഞ്ഞു വരാം. അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് ചന്തു ഗൗരിയുടെ വീട്ടിലേക്ക് നടന്നു. ഒരൽപ്പം മുന്നോട്ട് നടന്ന ശേഷം ചന്തു തിരിഞ്ഞ് ഉണ്ണിയെ നോക്കി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ നിമിഷം അവൾ പ്രണയത്തിന്റെ സ്വപ്ന ലോകത്തായിരുന്നു. കയ്യിൽ അവൻ ഇട്ടുകൊടുത്ത വളയിൽ അവൾ ഒന്ന് തലോടി. അവൾ
അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ ഗൗരിയുടെ വീട്ടിലേക്ക് നടന്നു. അമ്മായി. ഉണ്ണിയുടെ വീടിന്റെ മുറ്റത്തെത്തിയതും അവൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ആ, മോൾ എത്തിയോ? അവനെ കണ്ടോ മോളെ? അകത്തു നിന്നും ഇറങ്ങി വന്ന ഗൗരി അവളെ കണ്ടതും ചോദിച്ചു. കണ്ടു അമ്മായി. അതും പറഞ്ഞ് അവൾ ചന്ദന അവർക്ക് തൊട്ടുകൊടുത്തു. മോള് വാ. ഗൗരി അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. അവിടെ അപ്പോഴേക്കും പകുതി പണിയും ഗൗരി തീർത്തിരുന്നു. സാരിയുടെ തലപ്പ് ഇടുപ്പിൽ കുത്തി ഗൗരിക്കൊപ്പം സദ്യ ഉണ്ടാക്കാനായി ചന്തുവും കൂടി. ഉപ്പേരി ഉണ്ടാക്കാൻ പച്ചക്കറി അരിഞ്ഞ് ചട്ടിയിലിട്ടു. രണ്ടുപേരും കൂടി ബാക്കി പണികൾ എല്ലാം തീർത്തു. അവസാനം അച്ചാറുണ്ടാക്കാൻ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൈ വന്ന് അവളുടെ വയറിന്റെ അടുത്തുകൂടെ തൊട്ടില്ല കണക്ക് പോയത്. പെട്ടെന്ന് ചന്തു ഒന്ന് ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി നോക്കി. ഒരു കഷ്ണം മാങ്ങ എടുത്ത് കടിച്ചുകൊണ്ട് ഉണ്ണി അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു. ചന്തു ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അവൾക്കാണ് ഫ്രിഡ്ജിൽ ഒരു പിടി മുല്ലപ്പൂ വാഴയിലയിൽ വെച്ചു. ശേഷം അവളെ നോക്കി ഒന്നുകൂടി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി അവൾ ഒരു നാണം കലർന്ന പുഞ്ചിരിയോടെ തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മേ, ഞാൻ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോവാ. ഓ, അവൻ അവിടെ പോയി അവൾ ഉണ്ടാക്കുന്നത് തിന്നാലേ തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂ. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ചെരുപ്പിടുന്നതിനിടെ മനു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും ദാക്ഷായണി അമ്മ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് കേട്ടതും മനു അവരെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്റെ മോൾ ഇവിടെ വെച്ചുണ്ടാക്കുന്നതൊന്നും തിന്നാതെ അവൻ അവന്റെ അച്ഛന്റെ രഹസ്യക്കാരി കൂട്ടുന്നതല്ലേ കഴിക്കൂ. എന്റെ മോളുടെ വിധി. അവർ വീണ്ടും പറഞ്ഞത് കേട്ട് ദേഷ്യം കൊണ്ട് മനു എന്തോ പറയാൻ വന്നതും ദേവി അവനെ തടഞ്ഞു. എന്റെ മനു, നിനക്ക് വേറെ പണിയില്ലേ? തലയ്ക്ക് വെളിവില്ലാത്തവരോട് സംസാരിക്കാൻ നിൽക്കാതെ നീ പോകാൻ നോക്ക്. ദേവി പറഞ്ഞത് മനു പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി. അത് ശരി, നിനക്ക് വേണ്ടി സംസാരിച്ച ഞാനിപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്തവൾ അല്ലേടി? പറയടി, 10 മാസം ചുവന്ന് പ്രസവിച്ച സ്വന്തം തളെ ഇത് തന്നെ പറയണമടി. ദാക്ഷായണിയമ്മ ദേവിയെ നോക്കി ദേഷ്യത്തിൽ ചീറി. ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എന്റെ മോൻ ഗൗരിയുടെ വീട്ടിൽ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട്. ദേവി അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. എന്ത് കാരണം? നിന്റെ കെട്ടിയവന്റെ രഹസ്യക്കാരി എന്ന കാരണമോ? ദേവി പറഞ്ഞു കേട്ട് അവർ പുച്ഛത്തോടെ പറഞ്ഞു. ദേ അമ്മേ, എന്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. ആവശ്യമില്ലാതെ എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ അവിടെ പോയി കഴിക്കുന്നതിന്റെ കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യം ഇറച്ചി കൂട്ടാതെ അമ്മയ്ക്കും പേരക്കുട്ടിക്കും ചോറ് ഇറങ്ങില്ലല്ലോ. അപ്പൊ പിന്നെ ഉത്സവത്തിന് പറയണോ? അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ അവന് കൊട്ടാൻ പോവേണ്ടതാണെന്ന്? വ്രതം പിടിച്ചു നിൽക്കുന്ന ചെറുക്കന് മത്സ്യവും മാംസവും വെച്ചുണ്ടാക്കി ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഉണ്ണിക്കും വ്രതമായതുകൊണ്ട് ഗൗരി അവിടെ മീനും ഇറച്ചിയും ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് മനു അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ 5-6 വർഷമായി അമ്മ ഇത് കാണുന്നതല്ലേ? അത് അറിയുകയും ചെയ്യാം. എന്നിട്ടും അമ്മ ഗൗരിയെ പറ്റി അനാവശ്യം പറഞ്ഞ പിന്നെ അമ്മയുടെ തലയ്ക്ക് വെളിവില്ലാന്നല്ലാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ദേവി അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. എടി, വെളിവില്ലാത്തത് എന്റെ തലയ്ക്കില്ല, നിന്റെ തലയ്ക്കാ. അതുകൊണ്ടാ നിന്റെ ഭർത്താവും ഗൗരിയും തമ്മിലുള്ള അവിഹിത ബന്ധം നാട്ടുകാർ എല്ലാരും വിശ്വസിച്ചിട്ടും നീ വിശ്വസിക്കാത്തത്. അവർ പുച്ഛത്തോടെ പറഞ്ഞു. ദേ, അമ്മയോട് ഞാൻ ഒരു തവണ പറഞ്ഞു എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഇനി ഒരു അക്ഷരം എന്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞ എന്റെ മറ്റൊരു രൂപ അമ്മ കാണും. സ്വന്തം ഭർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണുന്ന എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് അമ്മയ്ക്കൊരു വിചാരമുണ്ട്. അത് ഈ ജന്മത്ത് മാറാൻ പോണില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ നല്ല പോലെ അറിയാം, ഗൗരിയെ അറിയാം. അമ്മയ്ക്ക് അച്ഛനോട് ഇല്ലാത്ത ഒന്ന് എനിക്ക് എന്റെ ഭർത്താവിനോടുണ്ട്, വിശ്വാസം. അമ്മയ്ക്കില്ലാതെ പോയത് അതായിരുന്നു. അച്ഛൻ മറ്റൊരു ബന്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ഒടുക്കത്തെ സംശയരോഗം കൊണ്ടായിരുന്നു. പണ്ട് ഏതോ ഒരാൾ അച്ഛൻ ഒരു സ്ത്രീയോട് സംസാരിച്ചത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അന്ന് വന്ന് കയറിയ അതിഥികളുടെ മുന്നിൽ വെച്ച് അച്ഛനെ എന്തൊക്കെ അമ്മ പറഞ്ഞു. കാര്യം എന്തെന്ന് തിരക്കാതെ ഒന്ന് അന്വേഷിക്കാൻ പോലും മെനക്കെടാതെ അമ്മ ഉടനെ അത് അവിഹിതമാണെന്ന് ഉറപ്പിച്ചു. പിന്നെ അച്ഛമ്മ വേണ്ടി വന്നില്ലേ? അത് അച്ഛന്റെ വകയിലുള്ള സഹോദരിയായിരുന്നു എന്നറിയാൻ. അന്ന് അമ്മ കാരണം എത്ര പേരുടെ മുന്നിൽ അച്ഛൻ അന്ന് അപമാനിതനായി തലകുനിച്ചു നിന്നു. അമ്മയുടെ കൂടെ ജീവിതം മടുത്തിട്ടല്ലേ അച്ഛൻ മറ്റൊരു സ്ത്രീയിൽ ആശ്രയിച്ചത്? മക്കളായി ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ അച്ഛൻ അമ്മയെ പണ്ടേ ഉപേക്ഷിച്ചേനെ. മരിക്കും വരെ അച്ഛൻ ആ സ്ത്രീയുടെ കൂടെ സന്തോഷവാനായിരുന്നു. അത് ഞങ്ങളും കണ്ടതാ. അച്ഛൻ ചെയ്ത തെറ്റ് തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ അപ്പോഴും വിശ്വസിച്ചത്. അച്ഛൻ എന്തിനു മറ്റൊരു സ്ത്രീയെ ആശ്രയിച്ചു എന്ന് പലപ്പോഴും ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉത്തരം ഞങ്ങൾ വിവാഹിതരായി കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. പെൺമക്കളുടെ കുടുംബത്തിൽ അനാവശ്യമായി കയറി വഴക്കുണ്ടാക്കുക, അവരുടെ ഭർത്താക്കന്മാർക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കുടുംബജീവിതം താറാമാറാക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ഇല്ലാത്ത സംശയമാണ് അമ്മയ്ക്ക് അവരോടുള്ളത്. ദേവി അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവർ ഒന്നും മിണ്ടാതെ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. അമ്മയുടെ മൂത്ത മോളുടെ വിവാഹ ജീവിതം എങ്ങനെയാ തകർന്നത്? നിങ്ങളുടെ ഈ നാവ് വെച്ച് അവളുടെ മനസ്സിലേക്ക് ഏഷണിയും സംശയവും കുത്തിവെച്ച് അവളുടെ നല്ലൊരു ജീവിതം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? എന്നിട്ട് എന്തായി? നിങ്ങളുടെ വാക്കും കേട്ട് അവൾ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചു. പക്ഷെ കോടതിയിൽ വെച്ച് അവളുടെ എല്ലാ സംശയത്തിനും ഉത്തരം തെളിവ് സഹിതം നൽകിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ നാവൊക്കെ? തെറ്റുപറ്റിയത് അവൾക്കാണെന്ന് മനസ്സിലാക്കി അവൾ അവളുടെ ഭർത്താവിന്റെ കാല് പിടിച്ച് പിന്നാലെ പോയില്ലേ? എന്നിട്ട് എന്തായി? അവൻ അവളെ സ്വീകരിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ് അവൻ അവളെ സ്വീകരിക്കാത്തതെന്ന് അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ? അന്ന് മുതൽ നിങ്ങളുടെ മൂത്ത മകൾ നിങ്ങളോട് മിണ്ടിയിട്ടുണ്ടോ? ഒരു അബദ്ധം പറ്റിയിട്ട് പിന്നെയും നിങ്ങൾ അടങ്ങിയിരുന്നോ?
രണ്ടാമതും അവൾ വിവാഹിതയായപ്പോൾ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കുത്തിത്തിരിപ്പും സംശയവും ഉണ്ടാക്കാൻ കടന്നു ചെന്നില്ലേ? അന്ന് ആട്ടി ഇറക്കിയതല്ലേ അവൾ നിങ്ങളെ? വർഷം ഇത്രയായിട്ട് നിങ്ങളോട് അവൾ ക്ഷമിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? അവൾ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പെൺമക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കി. ആ സമയത്ത് കൃഷ്ണേട്ടനെ ഗൗരിയുമായുള്ള ഇല്ലാത്ത ബന്ധം നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയപ്പോൾ അത് കേട്ട് എന്റെ കഴുത്തിലെ താലി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ? എന്നെ എന്റെ മക്കളെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാൻ നോക്കിയില്ലേ? എന്തിന്? എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നിങ്ങൾ എനിക്ക് രണ്ടാമത് വിവാഹം ആലോചിച്ചില്ലേ? അന്ന് ഏട്ടൻ ഒരാൾ ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. എന്തേ ഏട്ടനടക്കം നിങ്ങളെ അവരുടെ വീട്ടിൽ അധിക ദിവസം താമസിക്കാൻ സമ്മതിക്കാത്തത്? ഏട്ടൻ അറിയാം നിങ്ങൾ ഏട്ടന്റെ കുടുംബജീവിതത്തിൽ സമാധാനം കൊടുക്കില്ല എന്ന്. ഏട്ടത്തിയുടെ എപ്പോഴും പോരെടുക്കും. ഞാനടക്കം ചെറിയേട്ടൻ പോലെ നിങ്ങളെ സഹിക്കുന്നതിന് അമ്മയെ എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. നിങ്ങളുടെ സ്വഭാവം മനസ്സിലായ അന്നു മുതലാണ് അച്ഛൻ നിങ്ങളെ കൊണ്ട് എത്രമാത്രം അനുഭവിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു കാര്യം പറയാം, എന്റെ മകളെ എന്റെ ഭർത്താവിനെതിരെ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഞങ്ങളോട് നടക്കാത്ത ഏഷണയും സംശയരോഗവും ഒക്കെ മൈഥിലിയോട് പറഞ്ഞ് നിങ്ങൾ നടത്തിയെടുക്കുമെന്ന് എനിക്കറിയാം. അത് വേണ്ട. ഇപ്പൊ ഈ പറഞ്ഞ വർത്തമാനം മേലിൽ നിങ്ങൾ ആവർത്തിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇനി എത്രയൊക്കെ തലകുത്തി നിന്ന് ശ്രമിച്ചാലും എന്നെ എന്റെ ഭർത്താവിന്റെയും ഞങ്ങളുടെ കുടുംബത്തിനെയും എതിരായി തിരിക്കാൻ പറ്റില്ല. ദേവി അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കെതിരെ എന്തെങ്കിലും പറയാൻ മുതിർന്ന ദാക്ഷായണി തന്റെ മകളുടെ പിന്നിൽ നിൽക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. ഇനി എന്തെങ്കിലും താൻ പറഞ്ഞാൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവർ അപ്പോൾ തന്നെ മുറിയിലേക്ക് പോയി.